ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പോ യാതൊരു അസ്വസ്ഥതയില്ലല്ലോ? ഒന്നുമില്ല മോളെ. ഇപ്പോ ദൈവാധീനം എന്ന് പറഞ്ഞാ മതിയല്ലോ. നീ എന്ന തക്ക സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ആ രാത്രി വിചാരിച്ചതേ എന്നെ ജീവനോട് കിട്ടില്ലെന്ന് തന്നെ. എന്റെ സമയം തീർന്നു എന്ന് തന്നെ ഞാൻ വിചാരിച്ചതാ. പക്ഷേ അതിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തി എടുത്തില്ലേ? പക്ഷേ ഡോക്ടർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണം. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. പറഞ്ഞ സമയത്ത് തന്നെ സമയം തെറ്റാതെ ഭക്ഷണം കഴിക്കണം. ഉറക്കം പറഞ്ഞിരിക്കുന്ന സമയം അത്രയും കൃത്യമായിട്ട് കിടന്ന് ഉറങ്ങണം. ഡോക്ടർ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്താ നമ്മുടെ അസുഖം എങ്ങോട്ട് പോയെന്നോർത്ത് നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഭക്ഷണമൊക്കെ കൃത്യമായി എടുത്തു കൊടുത്തിട്ട് സത്യാമ്മ പുറത്തേക്ക് പോകാറുള്ളൂ. മരുന്നുണ്ടെങ്കിൽ നിർബന്ധിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് അച്ഛന്റെ കയ്യിലിരിക്കട്ടെ. എന്തെങ്കിലും ആവശ്യം വന്ന് എടുക്കാലോ. സത്യം അറിയൊന്നും വേണ്ട. പിള്ളച്ചേട്ടൻ ഇതൊന്നും പറയേയില്ല അല്ലെ? പിന്നെ മോള് സമയം കിട്ടുമ്പോഴൊക്കെ വരണം. മോള് വരുന്നതും മോളോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ വലിയൊരു ആശ്വാസമാ. ഒറ്റയ്ക്കുള്ള കുത്തിയിരിപ്പല്ലേ മോളെ, മടുക്കും. ഞാൻ വരാം അച്ഛാ, ഇടയ്ക്കിടയ്ക്ക് വരാം. എന്നാ ഞാനിപ്പോ പോട്ടെ. നീ കൂടുതലും സമയം ഇരുന്ന് സത്യാമ്മയ്ക്ക് മുഷില് തോന്നണ്ട. പിന്നെ ടെൻഷനൊന്നും അടിക്കരുത് കേട്ടോ. എന്തുണ്ടെങ്കിലും എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വന്നോളാം. ഞാൻ വിളിച്ചോളാം മോളെ. അച്ഛൻ കിടന്നു, ഞാൻ പൊയ്ക്കോളാം. അല്ല മോളെ, വന്നിട്ടൊരു ചായ പോലും കുടിക്കാ പോവാന്ന് പറയുമ്പോ വേണ്ട, അതൊന്നും സാരമില്ല അച്ഛാ. ഇനി വരുമ്പോഴും അതൊക്കെ ആവാലോ. ശരി, പോട്ടെ.